കോഴിക്കോട് വടകരയിൽ CI2 ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറിയോട് കൈ ചൂണ്ടി സംസാരിച്ചതിന് CI2 പ്രവർത്തകനെ പുറത്താക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ഏരിയ സെക്രട്ടറി വിനോദ് പറഞ്ഞു. പ്രാദേശിക നേതാവ് കെ മനോജിനെ പുറത്താക്കിയത് സംഘടനാ അച്ചടക്ക ലംഘനത്തെ തുടർന്നെന്നും വിശദീകരണം. ശരി, എന്റെ വായിലുള്ള എന്തും പറയും എന്നുള്ള സമീപനം സ്വീകരിച്ചപ്പോൾ CI2 ഹെഡ് ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ ഭാരവാഹി യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തതിന്റെ ഭാഗമായി ഇങ്ങനെ സംഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച, തന്റെ വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയാ എന്നുള്ള ഒരു വേദിയാണ് ഹെഡ് ലോഡിന്റെ ഏരിയ കമ്മിറ്റി എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ച മനോജിനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന രീതിയിലേക്കാണ് ഹെഡ് ലോഡിന്റെ ജില്ലാ ഭാരവാഹികൾ തീരുമാനിച്ചത്. രതീഷ് വാസുദേവൻ ചേരുന്നു വിവരങ്ങളുമായി. രതീഷ്, ഈ വാർത്ത പുറത്തു വന്നപ്പോൾ എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണ് എന്ന് തോന്നിപ്പോയിരുന്നു. ഒരാൾക്ക് നേരെ കൈ ചൂണ്ടിയാൽ ഉടൻ നടപടിയെടുക്കുകയോ എന്ന്. ഇപ്പോൾ അതിലാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്ത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത്, എന്ത് അച്ചടക്ക ലംഘനത്തിന്റെ പുറത്താണ് പുറത്താക്കിയത് എന്നാണ് ഇപ്പോൾ വരുന്ന വിശദീകരണം. ലക്ഷ്മി, സ്വാഭാവികമായിട്ടുള്ള പാർട്ടിയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം എന്ന് തന്നെ മാത്രമാണ് നമുക്ക് ഇതിനെ ആ രീതിയിൽ കാണാനാവൂ. കാരണം അന്ന് CI2 ജില്ലാ സെക്രട്ടറി നാസർ പങ്കെടുത്ത യോഗത്തിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായി എന്ന് തന്നെ ഈ ഏരിയ സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ചർച്ചയും അത്തരത്തിലൊരു പ്രതിഷേധ തരത്തിൽ വലിയ ചർച്ച ഈ മനോജ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ പങ്കെടുത്ത ഒരു ചർച്ചയുണ്ടായി. അതേ തുടർന്നാണ് ജില്ലാ മുതിർന്ന നേതാവിനോട് ശരിയായ രീതിയിൽ പാർട്ടി അത്തരത്തിൽ തന്നെയാണ് പ്രസ്താവനയുള്ളത്. ശരീരഭാഷ നന്നായില്ല, മോശമായി പെരുമാറി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടിയെടുത്തിട്ടുള്ളതെന്നാണ് മനോജ് തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ഏരിയ കമ്മിറ്റി തന്നെ വിശദീകരണമായി വന്നിരിക്കുന്നു. അതൊരു സംഘടനാ നടപടി മാത്രമാണ്. സംഘടനാ അച്ചടക്ക ലംഘനം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെയാണ് മനോജിനെ ഈ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത്. കൈ ചൂണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ തരത്തിൽ വാർത്ത CI2-നെതിരെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നതാണ് പറഞ്ഞത്. എന്നാൽ മനോജ് തന്നെയാണ് ഈ ഫേസ്ബുക്കിൽ കുറിച്ചത്. വിരൽ ചൂണ്ടിയതിന് ഇത്തരത്തിൽ നടപടി എടുത്തിരിക്കുന്നു എന്ന തരത്തിൽ വന്നത്. തുടർന്നാണ് അത് വലിയ വാർത്തയായി മാറിയത്. ന്യൂസ് മലയാളം അത് ആദ്യം ആ വാർത്ത കൊടുക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ CI2-ന്റെ ഇത്തരത്തിൽ ഇപ്പോൾ ഏരിയ കമ്മിറ്റിയുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അത് സംഘടനാ അച്ചടക്ക നടപടിയുടെ ഭാഗമായി മാത്രമായ ഒരു നടപടിക്രമമാണ്. അല്ലാതെ കൈ ചൂണ്ടി സംസാരിച്ചതിന് അത്തരമൊരു നടപടി എടുക്കുന്ന ഒരു ഫാസിസ്റ്റ് നടപടി, ഒരു സമീപനമുള്ള സംഘടനയല്ല, വർഗവർഗ സംഘടനയല്ല CI2 എന്നാണ് ഇപ്പോൾ CI2 ഏരിയ കമ്മിറ്റി പാർട്ടി മുഖപത്രത്തിലും അത്തരം വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മോടും ഇത്തരത്തിൽ പ്രതികരിച്ചത്. ലക്ഷ്മി.